അവിടെ അവർക്ക് കടുവയെ പിടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം, അതിനുവേണ്ടി വന്ന ടീം അവിടെ ഉണ്ട് എന്നതുപോലും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഒരു മാസത്തിലധികമായി 52 ദിവസമായി കടുവയെ പിടിക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നു. എത്ര ലക്ഷം രൂപയാണ് ചെലവ്? ഈ കടുവയെ പിടിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ആദ്യം മുതൽ തന്നെ ശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ, അതല്ല എങ്കിൽ ഇതിന്റെ പരിധി വെച്ച് മുന്നോട്ട് പോയിട്ടും വനം വകുപ്പിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇന്നും മറ്റു നടപടിക്രമങ്ങളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പരിശോധിച്ചു. ബീഹാറിലെയും അതുപോലെ ഛത്തീസ്ഗഡിലെയും ഒക്കെ പല ഗവൺമെന്റിന്റെ ഉത്തരവുകളും ഞാൻ പരിശോധിച്ചു. ആ ഉത്തരവിനകത്തൊക്കെ ഇത്തരത്തിലുള്ള നരഭോജികളായ മൃഗങ്ങൾ ഏതായാലും അവിടുത്തെ വനം വകുപ്പ് അതിനെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവ് എന്റെ അടുത്തുണ്ട്. മാത്രമല്ല, അവിടെയൊക്കെ ചെയ്തത് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കഴിയാത്തതുകൊണ്ട് വളരെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള വേട്ടക്കാരുണ്ട്. ആ വേട്ടക്കാരെ കൊണ്ടുവന്നിട്ട് പോലും ആണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇവിടെ അത്തരത്തിലുള്ള വേട്ടക്കാരെ കൊണ്ടുവന്നുകൊണ്ടാണ് ബീഹാറിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വന്യമൃഗങ്ങളെ പിടിച്ചത്. ഞാൻ ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഗവൺമെന്റിന്റെ തലത്തിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഏത് തരത്തിലാണ് ചെയ്യാൻ കഴിയുക? ഇവിടെ കേരളത്തിൽ അതിന് കീഴ്വഴക്കങ്ങളില്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലെ കീഴ്വഴക്കങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മന്ത്രിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് അത്തരത്തിലുള്ള വേട്ടക്കാരുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരണം. അത്തരത്തിലുള്ള ഒരു നടപടിയുമില്ല. ഇന്ന് ഞാൻ പറയുന്നതിൽ പ്രയാസം തോന്നരുത്. ഇന്ന് കടുവ വേട്ട എന്ന് പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് ആഘോഷമാകാൻ ജനങ്ങൾക്ക് ഇത് പ്രയാസവും മനസ്സിൽ ആശങ്കയുമാണ്. നമുക്ക് കൊച്ചുകുട്ടികൾ മദ്രസ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ ഏത് സമയത്താണ് കടുവ ചാടി വീഴുന്നത് എന്നറിയില്ല എന്ന് നമുക്കറിയാം. ഞാൻ ഇതേ ഭാഷയിൽ അന്ന് നിയമസഭയിൽ പറഞ്ഞു, രാവിലെ എസ്റ്റേറ്റിൽ പോകുന്നവര്, അതിരാവിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവര്, ജോലിക്ക് വേണ്ടി പോകുന്നവര് പടക്കമെറിഞ്ഞ് ആണ് മുന്നോട്ട് പോകുന്നത്. അവരൊക്കെ ആശങ്കയിലാണ്, എപ്പോഴാണ് കടുവ ചാടി വീഴുന്നത് അറിയില്ല എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ 2 മാസം കഴിഞ്ഞില്ല, ആ കടുവയാൽ തന്നെ നമ്മുടെ അബ്ദുൽ ഗഫൂർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച. ഞാൻ പറയട്ടെ, വെടിവെച്ചു എന്ന് പറയുന്നു. എന്ത് വെടിയാണ് വനം വകുപ്പ് വെച്ചത് എന്നെനിക്കറിയില്ല. വനം വകുപ്പ് ഏത് രീതിയിലാണ് വെടിവെച്ചെന്നറിയില്ല. പുലിയെ പിടിച്ചപ്പോഴും എന്തായിരുന്നു ഗവൺമെന്റിന്റെ സ്ഥിതി ഇവിടെ പറഞ്ഞല്ലോ. പുലിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 തവണ മന്ത്രിയെ വിളിക്കേണ്ടി വന്നു. കാരണം മഞ്ചേരി നഗരസഭയുടെ തൊട്ടടുത്ത് വെച്ചാണ് തൃക്കലങ്കോട് വെച്ച് പുലിയെ പിടിച്ചത്.